ഹായ് ഹലോ, ഇന്ന് നമ്മുടെ Q&Aയുടെ പാർട്ട് 4 ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് വരുന്നത്. അപ്പോൾ എനിക്ക് Q&A അല്ലാണ്ട് തന്നെ ഇടുന്ന വീഡിയോക്കാണെങ്കിലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എൻ്റെ ഹെയർ കെയർ ഒന്ന് പറയാനായിട്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ജനിച്ചപ്പോൾ തന്നെ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. ഒരു ഡയലോഗ് പറയണോ അല്ലേ, അമ്മാമ്മക്ക് നല്ല ഹെയർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ആയിരിക്കാൻ കിട്ടിയത്. പിന്നെ അമ്മ പറയണേക്കാം, എന്നെ പ്രഗ്നൻ്റ് ആയിരിക്കണ ആ സമയത്ത് അമ്മ പന്നിയിറച്ചി കഴിച്ചായിരുന്നു, അമ്മ അറിയാണ്ട് ഇവർ കഴിപ്പിച്ചായിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതേപോലെ നല്ല ചീരയില്ലേ, പച്ചച്ചീര, അത് കഴിച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ പേര് എനിക്കറിയത്തില്ല കേട്ടോ, എന്തൊക്കെയോ നമ്മളെ പച്ചക്കറിയുടെ പേരൊക്കെ പറയണേക്കാം, അതൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് പറയണം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മ അത് വിചാരിച്ചിട്ട് എൻ്റെ നിച്ചുവിനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴത്തേക്കും ചേച്ചിനെ കൊണ്ട് ഇതേപോലെ പന്നിയിറച്ചി, പിന്നെ ചേട്ടൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടാവും അവിടെ പോകുമ്പോൾ മിക്ക ഞായറാഴ്ച പന്നിയിറച്ചിയായിരിക്കും കേട്ടോ, അതായത് പോർക്ക്. അപ്പോൾ നമ്മ ഇങ്ങനെ ചേച്ചിക്ക് കൊടുത്തായിരുന്നു. പക്ഷെ എവിടെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അമ്മാമ്മയുടെ പാരമ്പര്യമായിരിക്കും. നമുക്ക് പ്രായമാവണ വരെയും ഇത്ര മുടി ഉണ്ടാകും. പിന്നെ നമുക്ക് ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അത് ആ ഒരു ലെവൽ എത്തിയപ്പോഴായിരുന്നു അമ്മയുടെ മുടി പോയതും. എന്നിട്ടും നമുക്ക് 2 വട്ടമാണ് ഈ സംഭവം വന്നത്. എന്നിട്ടും മുടി വളർന്നു, പിന്നെ ഒട്ടും വയ്യാണ്ടായി, അങ്ങനെ പോയ ഒരാളാണ് കേട്ടോ. ഞങ്ങളോട് ഇപ്പം ഉണ്ടാവണമെങ്കിൽ ഞങ്ങൾ ഇനി വന്ന ഒരു ഹാപ്പി മൊമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷമാവണത് അമ്മാമ്മക്കായിരിക്കും. അതേപോലെ ഇപ്പം ഞങ്ങളുടെ മറ്റേ കസിൻ ചേച്ചി പ്രഗ്നൻ്റ് ആണല്ലോ. അപ്പോൾ ഞങ്ങൾ പറയണമായിരുന്നു അമ്മാമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്ത് തന്നേനെ, കൊച്ചിനെ കുളിപ്പിക്കാൻ. ഇപ്പം നിച്ചുണ്ടായിട്ടാണെങ്കിലും അമ്മാമ്മക്ക് ഈ ഒരു അസുഖം വരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കയ്യിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കുളിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിച്ച് വരുമ്പോഴത്തേക്കും ചില കാര്യങ്ങൾ ഇപ്പം ഹെയറിനെ കുറിച്ച് സംസാരിച്ചപ്പോഴേക്കും എനിക്ക് അമ്മാമ്മയായിട്ട് കണക്റ്റ് ആയി. അപ്പോൾ ഞാൻ ചിലപ്പോൾ പറയണത് അമ്മാമ്മയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കേട്ടോ. അതെനിക്കറിയത്തില്ല, എൻ്റെ ഞാനങ്ങനെ സംസാരിക്കുമ്പോൾ അങ്ങനെ പോകണം കേട്ടോ, വഴി വിട്ട് സഞ്ചരിച്ചു പോകണം.